2024 ഏറെ നേട്ടങ്ങൾ കൊയ്തത് മലയാള സിനിമയിലെ യുവതാരങ്ങളാണ്. നമ്മുടെ മോളിവുഡിലെ യുവതാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലക്കി ആയിട്ടുള്ള ഒരു വർഷം തന്നെയായിരുന്നു 2024. 2024 നമ്മുടെ മലയാള സിനിമയിലെ മിക്ക യുവതാരങ്ങളുടെയും സിനിമകൾ 100 കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി. അതുപോലെ തന്നെ ചില യുവതാരങ്ങളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസും 2024 റിലീസായിട്ടുള്ള ചില സിനിമകളിലൂടെയായിരുന്നു. ഇതിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് മലയാള സിനിമയുടെ യുവതാരമായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെതായിട്ട് നമ്മൾ വളരെ കാലമായി പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു സിനിമ 2024 റിലീസാവുകയും അവ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന ചിത്രം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ആടുജീവിതം എന്ന സിനിമ പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ പിടിച്ചുപറ്റുകയും ആഗോളതലത്തിൽ 100 കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുകയും ചെയ്തു. അതുപോലെ തന്നെ 2024 തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച മറ്റൊരു നടനാണ് ടൊവിനോ തോമസ്. ടൊവിനോ തോമസിന്റെ വളരെ കാലമായി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സിനിമ 2024 റിലീസാവുകയും അവ ഗംഭീര വിജയം നേടുകയും ചെയ്തു. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ 3 വ്യത്യസ്ത കഥാപാത്രങ്ങളെ അനശ്വരമാക്കി ടൊവിനോ തോമസ് തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. കൂടാതെ ഈ ചിത്രത്തിന് 100 കോടിയിലധികം ആഗോളതലത്തിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാനാവുകയും ചെയ്തു. 2024 തന്റെ കരിയറിലെ ഏറ്റവും വലിയ സൂപ്പർ സിനിമ റിലീസായത് ആസിഫ് അലിയുടേതു കൂടിയാണ്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട കിഷ്കിന്ധാഖണ്ഡം എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഗംഭീര വിജയം നേടി. അതോടൊപ്പം തന്നെ ഇത് നിരൂപക പ്രശംസയും പിടിച്ചുപറ്റി. 2024 താനൊരു പാൻ ഇന്ത്യൻ താരമാണെന്ന് ഒരിക്കൽ കൂടി തെളിച്ചുകൊണ്ട് ഇന്ത്യക്കകത്തും പുറത്തും ഫാൻസിനെ വാരിക്കൂട്ടിയ മറ്റൊരു നടനാണ് ഫഹദ് ഫാസിൽ. ആവേശം എന്ന ചിത്രത്തിൽ രംഗണനായി വന്ന് അദ്ദേഹം കാട്ടിക്കൂട്ടിയ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. 100 കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയുള്ള ഈ ചിത്രം ഒരു ഫഹദ് ഫാസിൽ ഷോ തന്നെയായിരുന്നു. 2024 ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മലയാള നടൻ തന്റെ സിനിമയെ 100 കോടി ക്ലബിൽ എത്തിച്ചു എന്ന ഒരു അത്ഭുതം കൂടി നടന്നു. പ്രേമലു എന്ന ചിത്രത്തിന്റെ ഗംഭീര വിജയത്തോടുകൂടി ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് നസ്ലിൻ എന്ന യുവനടനാണ്. ഈ ചിത്രത്തോടുകൂടി നസ്ലിന് നിരവധി അന്യഭാഷാ ഫാൻസ് ഉണ്ടാവുകയും അദ്ദേഹം യുവതാരനിരയിലേക്ക് വളരുകയും ചെയ്തു. എന്നാൽ 2024 അക്ഷരാർത്ഥത്തിൽ ഒരു പുനർജന്മം തന്നെ ലഭിച്ച ഒരു നടനാണ് നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരനായിട്ടുള്ള മസ്സിലളയൻ ഉണ്ണി മുകുന്ദൻ. ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ട് റിലീസായിട്ടുള്ള മാർക്കോ എന്ന ചിത്രം ഗംഭീര വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രത്തോടു കൂടി അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറുകയും അദ്ദേഹത്തിന് ഇന്ത്യക്കകത്തും പുറത്തും നിരവധി ഫാൻസ് ഉണ്ടാവുകയും ചെയ്യുകയാണ്. അപ്പോൾ 2024 ഈ 6 യുവതാരങ്ങൾക്ക് തങ്ങളുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനാവുകയും അതോടൊപ്പം തന്നെ അവരുടെ സിനിമകൾ കരിയറിലെ ഏറ്റവും മികച്ച സാമ്പത്തിക വിജയമാക്കി മാറ്റാൻ സാധിക്കുകയും ചെയ്തു. ഇതിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള മറ്റേതെങ്കിലും നടനുണ്ടെങ്കിൽ ആ നടന്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കമന്റായി രേഖപ്പെടുത്താം. ഈ യുവനടന്മാരിൽ 2024 തീർത്തും ഏറെ ലക്കി ഇയർ ആയിട്ട് മാറിയിട്ടുള്ളത് ഏത് നടനാണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കമന്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആൻഡ് എന്റർടൈൻമെന്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്.